പലപ്പോഴും നമ്മുടെ സ്വന്തം നിർഭാഗ്യത്തിന്റെ ശില്പികളാണ് നമ്മൾ. കാരണം നമ്മുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതോ പൂർണ്ണമായി പ്രകടമാകാത്തതോ ആയവയെക്കുറിച്ച് വളരെ വേഗത്തിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നു. വെളിപ്പാട് 12:11 പറയുന്നു, കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും അവരുടെ സാക്ഷ്യവചനം കൊണ്ടും അവർ അവനെ ജയിച്ചു എന്ന്. ആ സാക്ഷ്യം പങ്കുവയ്ക്കാൻ ശരിയായ സമയം അറിയേണ്ടത് വളരെ പ്രധാനമാണ്. ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഉച്ചത്തിൽ കൈയടിക്കുന്നു എന്നതുകൊണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി സന്തോഷിക്കുന്നു എന്നല്ല അർത്ഥമാക്കുന്നത്. വാസ്തവത്തിൽ ചിലർ ഏറ്റവും ഉച്ചത്തിൽ കൈയടിക്കുകയും നിങ്ങളുടെ പതനം ആസൂത്രണം ചെയ്യുകയും ചെയ്യും. ചിലർ മേൽക്കൂരുകളിൽ നിന്ന് നിങ്ങളുടെ വിജയം വിളിച്ചു പറയുകയും ഇപ്പോഴും നിങ്ങളോട് ഏറ്റവും അസൂയപ്പെടുകയും ചെയ്യും. ചിലർ വേഷം മാറിയ പാമ്പുകളാണ്, ആടുകളുടെ വേഷം ധരിച്ച ചെന്നായ്ക്കൾ. ഏതൊരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത അത്ര തന്ത്രശാലികളാണ് അവർ. എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളല്ല, എല്ലാവരും പിന്തുണക്കാരുമല്ല. പല ക്രിസ്ത്യാനികളും തങ്ങളുടെ അനുഗ്രഹങ്ങളോ അത്ഭുതങ്ങളോ നഷ്ടപ്പെടുന്നതിൻ്റെ കെണിയിൽ വീഴുന്നത് അവർ വളരെ ആവേശഭരിതരായി മറ്റൊരു ക്രിസ്തീയ സുഹൃത്തിനോടോ വിശ്വാസിയോടോ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവം അവരെ എത്രമാത്രം അനുഗ്രഹിച്ചു എന്നതിനെക്കുറിച്ചോ പറഞ്ഞതുകൊണ്ടാണ്. യിരെമ്യാവ് 17:9 പറയുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും വഞ്ചനാത്മകമാണ്, അത് അത്യന്തം ദുഷ്ടമാണ്, ആർക്ക് അത് അറിയാൻ കഴിയും? ആദാമിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട നമ്മുടെ പാപപ്രകൃതി കാരണം മനുഷ്യർ ആഴത്തിൽ പിഴവുള്ളവരാണ്. റോമർ 5:5 പറയുന്നു, ഈ പ്രത്യാശ നിരാശയിലേക്ക് നയിക്കില്ല. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ സ്നേഹത്താൽ നിറയ്ക്കാൻ അവൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. ജഡം സ്വാഭാവികമായും തിന്മയും ദുഷ്ടത നിറഞ്ഞതുമാണ്. മറ്റുള്ളവർ വിജയിക്കാൻ ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് അവർ ഒരിക്കൽ പോരാടി പരാജയപ്പെട്ട മേഖലകളിൽ മറ്റുള്ളവർ വിജയിക്കുന്നത് അവർ ആഗ്രഹിക്കില്ല. മറ്റുള്ളവരെ താഴ്ത്താൻ ആഗ്രഹിക്കുന്ന, മറ്റുള്ളവർ വിജയിക്കുന്നത് കാണാൻ വെറുക്കുന്ന, തങ്ങളെ മറികടക്കാൻ സാധ്യതയില്ലാത്ത ഇടത്തോളം കാലം മറ്റുള്ളവരെ ഉയർത്തുന്ന ആളുകളെ കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുന്നു. അസൂയ, കലഹം എന്നിവയാൽ നയിക്കപ്പെടുന്ന ആളുകൾ, മറ്റുള്ളവർക്ക് അർഹമായത് ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുന്ന ആളുകൾ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു, ആരോട് പറയുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം. അതിനാൽ ഓർക്കുക, നിശബ്ദത സുവർണമാണ്. നിങ്ങൾ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ശരിയായ സമയത്തിനായി കാത്തിരിക്കുക. നിങ്ങൾ ഇതുവരെ നേടിയിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിക്കരുത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ഭുതങ്ങൾ, മുന്നേറ്റങ്ങൾ, അനുഗ്രഹങ്ങൾ എന്നിവ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ അവർ ഇതിനകം ചെയ്തതുപോലെ സംസാരിക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ ഫലങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കട്ടെ. ഉത്തമഗീതം 3:5 പറയുന്നു, യെരൂശലേം സ്ത്രീകളെ, സമയമാകുന്നതുവരെ സ്നേഹത്തെ ഉണർത്തരുതെന്ന് മാൻപേടകളുടെയും കാട്ടുമാനുകളുടെയും മുഖാന്തരം എനിക്ക് വാക്കു തരൂ. നിശ്ചിത സമയത്തിന് മുമ്പ് പൊതുജന ശ്രദ്ധ ആകർഷിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. എല്ലാ ക്രിസ്ത്യാനികൾക്കും ശുദ്ധമായ ഹൃദയമില്ല. ചിലർ പിശാചിന്റെ ഏജന്റുമാരാണ്, ആരെ നശിപ്പിക്കണമെന്ന് അന്വേഷിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ വളരെ നേരത്തെ തന്നെ ഉച്ചത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ സാഹചര്യം കൈകാര്യം ചെയ്യാൻ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിവരങ്ങൾ നിങ്ങൾ ഈ ആളുകൾക്ക് നൽകുന്നു. ചിലപ്പോൾ അത് വിശ്വസ്തരായ സുഹൃത്തുക്കളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ ഒരാളോട് കാര്യങ്ങൾ പറയുന്നു, അയാൾ മറ്റൊരാളോട് പറയുന്നു. നിങ്ങൾ അത് അറിയുന്നതിന് മുമ്പ് തെറ്റായ ചെവികൾ അത് കേൾക്കുന്നു. അങ്ങനെയാണ് ശത്രുക്കൾക്ക് പ്രവേശനം ലഭിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ മറ്റൊരു കാരണമുണ്ട്. മറ്റുള്ളവരും ഒരേ അവസരത്തിനായി മത്സരിക്കുന്നു. അതൊരു ജോലിയായാലും ഒരു കരാറായാലും ഒരു ബന്ധമായാലും ശരി. നിങ്ങളത് വളരെ വേഗം പ്രഖ്യാപിക്കുമ്പോൾ അതേ കാര്യം ആഗ്രഹിച്ച ഒരാൾ അത് നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചേക്കാം. അല്ലെങ്കിൽ അതിലും മോശമായി അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്ന് തടഞ്ഞേക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെക്കുറിച്ച് പോലും ചിന്തിക്കേണ്ടതില്ല. അവർ അത് നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ നിങ്ങളുടെ പുരോഗതിയെയും സന്തോഷത്തെയും വിജയത്തെയും വെറുക്കുന്നു. അതിനാൽ അവർ നിങ്ങളുടെ പരാജയം കാണാൻ അവരുടെ സമയവും ഊർജവും വിഭവങ്ങളും സമർപ്പിക്കുന്നു. ഞാൻ പഠിച്ച ഒരു പ്രധാന പാഠം ഇതാണ്: ദൈവത്തിൻ്റെ സമയത്തെ വിശ്വസിക്കുക. എപ്പോഴെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും അവൻ അത് ചെയ്യുമെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ സമയവും നിങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ സമയവും നിർണായകമാണ്. അതെ, വെളിപ്പാട് 12:11 പറയുന്നു, കുഞ്ഞാടിൻ്റെ രക്തത്താലും അവരുടെ സാക്ഷ്യവചനത്താലും അവർ അവനെ ജയിച്ചു. എന്നാൽ തെറ്റായ സമയത്ത് സാക്ഷ്യപ്പെടുത്തുന്നത് ശക്തിയോ സംരക്ഷണമോ നൽകില്ല. എല്ലാ അനുഗ്രഹങ്ങൾക്കും പൊതുജന ശ്രദ്ധ ആവശ്യമില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം പൊതുജന സാക്ഷാത്കാരം തേടുന്നത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. എല്ലാ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഫീഡിൽ ഉൾപ്പെടുന്നില്ല. ചില സാക്ഷ്യങ്ങൾ നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ നിലനിൽക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ആ അടുപ്പം വളരെ ശക്തമാണ്. എല്ലാവർക്കും നിങ്ങളുടെ ദർശനം മനസ്സിലാകില്ല. എല്ലാവർക്കും നിങ്ങളുടെ കഥയുമായി ബന്ധപ്പെടാൻ കഴിയില്ല. നിങ്ങളുടെ സാക്ഷ്യം എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. അതെല്ലാവരെയും പ്രചോദിപ്പിക്കുകയുമില്ല. ദൈവം നിങ്ങൾക്ക് ആ ദർശനം നൽകിയപ്പോൾ അതൊരു കോൺഫറൻസ് കോളിലായിരുന്നില്ല. ദൈവവുമായുള്ള ഓരോ വിശുദ്ധ നിമിഷവും ഇൻ്റർനെറ്റിൽ അവസാനിക്കരുത്. എല്ലാ സംസാരത്തിൽ നിന്നും ഒരു ഇടവേളയെടുത്ത് നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കാൻ അനുവദിക്കുക.
കൂടുതൽ പ്രവർത്തിക്കുക, ഉറച്ചു സംസാരിക്കുക. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കുക. ദൈവം നിങ്ങൾക്ക് നൽകിയത് വർദ്ധിപ്പിക്കുക. ഒരു അത്ഭുതം വരുമ്പോൾ അടുത്തതിനായി തയ്യാറെടുക്കാൻ തുടങ്ങുക. കാരണം വഴിയിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വായ അടച്ചിരിക്കുക. ജോസഫിനെ കുറിച്ച് ചിന്തിക്കുക. ദൈവം അവന് അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നൽകി. അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. അവർ അസൂയപ്പെട്ടു. സ്വപ്നം കണ്ടതുകൊണ്ടല്ല, മറിച്ച് അവരുടെ പിതാവിൻ്റെ അനുഗ്രഹം ലഭിച്ചതുകൊണ്ടാണ്. ജോസഫ് അവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ കണ്ടില്ല. അത് അവന് നഷ്ടം വരുത്തി. പിന്നെ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? 1. ശത്രു നിങ്ങളെ പിടികൂടാൻ പുറത്തുണ്ട്. ദി എനിമി ഈസ് ഔട്ട് ടു ഗെറ്റ് യു. പിശാചിന് എല്ലാം അറിയില്ല. അവൻ ആളുകളിലൂടെയാണ് പഠിക്കുന്നത്. യേശു ജനിച്ചപ്പോൾ ശത്രു ഹെരോദാവിലൂടെ പ്രവർത്തിച്ചു. പിശാച് സൂക്ഷ്മമാണ്, വ്യക്തമല്ല. 2. എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങൾക്ക് എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ചില ആളുകൾ നിങ്ങളെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതായി നടിക്കുന്നു. പക്ഷേ രഹസ്യമായി നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. അവർ വഞ്ചകരാണ്. ശത്രുവിന് അവരെ ഉപയോഗിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ അവരെ എങ്ങനെ തിരിച്ചറിയും? പ്രാർത്ഥനാപൂർവമായിരിക്കുക. പ്രാർത്ഥന നിങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നു. യേശു എപ്പോഴും പ്രാർത്ഥിക്കുന്നതായി കാണപ്പെട്ടു. നാമും അങ്ങനെ ചെയ്യണം. പരിശുദ്ധാത്മാവിനോട് സംവേദനക്ഷമതയുള്ളവരായിരിക്കുക. അവൻ വെറും അലങ്കാരമല്ല. അവൻ നിങ്ങളുടെ വഴികാട്ടിയും ആശ്വാസകനും സഹായിയുമാണ്. 3. ശത്രുവിന് നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ കഴിയും. അവനൊരു സ്ഥാനം നിങ്ങൾ നൽകരുത്. ശിംശോൻ ശക്തനായിരുന്നു, പക്ഷേ അവൻ്റെ ബലഹീനത, മോഹം, അത് ദലീല ചൂഷണം ചെയ്തു. അവൾ അവനെ ആവർത്തിച്ച് കബളിപ്പിച്ചു. ഒടുവിൽ അവൻ തൻ്റെ രഹസ്യം വെളിപ്പെടുത്തി. 4. ദൈവം നിങ്ങളെ അറിയിക്കട്ടെ. നമ്മൾ പലപ്പോഴും തിരക്കുകൂട്ടുന്നു, പക്ഷേ ഗ്രേറ്റ്നെസ്സിന് സമയമെടുക്കും. ദാവീദിനെ പോലെ അവൻ രാജാവായ അഭിഷേകം ചെയ്യപ്പെട്ടു, പക്ഷേ ഉടൻ സിംഹാസനം ഏറ്റെടുത്തില്ല. അവൻ കാത്തിരുന്നു. ശൗലിനെ ബഹുമാനിക്കാതിരിക്കാൻ എല്ലാ കാരണങ്ങളും ഉണ്ടായിരുന്നിട്ടും അവൻ ശൗലിനെ ബഹുമാനിച്ചു. ശരിയായ സമയത്ത് ദൈവം അവനെ ഉയർത്തി. അതിനാൽ ക്ഷമയോടെ ഇരിക്കുക, മിണ്ടാതിരിക്കുക. നിങ്ങളുടെ ജീവിതവും ഫലങ്ങളും സംസാരിക്കട്ടെ. ദൈവം നിങ്ങളെ അറിയിക്കട്ടെ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയിരിക്കുന്നത്? കാരണം ദാവീദ് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയോടെ ദൈവത്തെ സേവിക്കാൻ അവൻ തയ്യാറായിരുന്നു. ശൗലിനെ പോലെ അവൻ തൻ്റെ ദൃഷ്ടിയിൽ അഹങ്കാരിയായിരുന്നില്ല. ശൗൽ തന്നെ പ്രഖ്യാപിക്കാൻ തയ്യാറായിരുന്നു. ഇപ്പോൾ ദൈവം നിങ്ങളെ അറിയിക്കാൻ നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ അഹങ്കാരം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കും. നിങ്ങൾ അകന്നു പോകും. 5. അധികം സുഖകരമാകരുത്. ഡു നോട്ട് ഗെറ്റ് ടു കംഫോർട്ടബിൾ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുകിയെത്തുന്നത് കാണുമ്പോൾ വിശ്രമിക്കാനുള്ള ഒരു പ്രലോഭനമുണ്ട്. പെട്ടെന്ന് നിങ്ങൾ പഴയതുപോലെ പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഒഴികഴിവുകൾ നൽകുന്നു. നിങ്ങൾ വിവേകിയല്ലാത്തപ്പോൾ അലസതയിലേക്ക് വഴുതി വീഴാനുള്ള ഒരു പ്രലോഭനമുണ്ട്. നിങ്ങളെപ്പോഴും ഉയർന്ന ലക്ഷ്യമിടാൻ പഠിക്കണം. നിങ്ങൾ എവിടെയാണെന്നതിൽ സംതൃപ്തരാകരുത്. നിങ്ങൾ വളരെയധികം കംഫർട്ടബിൾ ആകുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിലവാരത്തിന് താഴെയായിരിക്കും ജീവിക്കുക. നിങ്ങളുടെ ശേഷി അഥവാ കപ്പാസിറ്റി നിങ്ങളിപ്പോൾ ചെയ്തതിനേക്കാൾ 3 ഇരട്ടി കൂടുതലായിരിക്കാം. അതിനാൽ ഒരു ശരാശരി വ്യക്തിയാകരുത്. കാരണം ഒരു ശരാശരി ജീവിതം മികച്ച ജീവിതമല്ല. ഈ അവസരത്തിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നമ്പർ 6. അഹങ്കാരം ഒഴിവാക്കാൻ മിണ്ടാതെ ഇരിക്കണം. കഴിയുന്നത്രയും നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ പഠിക്കണം. അഹങ്കാരം വളരെ സൂക്ഷ്മമാണ്. ചിലപ്പോൾ ഒരാൾ അഹങ്കാരിയാകുമ്പോൾ താൻ അഹങ്കാരിയാണെന്ന് സമ്മതിക്കാൻ അയാൾക്ക് വളരെ അഭിമാനമുണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് ശരിയായ ഹൃദയവും മനോഭാവവും ഉണ്ടെങ്കിൽ നിങ്ങൾ അഹങ്കാരിയാകുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടും. ഇത് ശൗൽ രാജാവ് ശ്രദ്ധിക്കാതിരുന്ന കാര്യമായിരുന്നു. അദ്ദേഹത്തിന് ദാവീദിനോടൊരു യോജിപ്പുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ദാവീദ് ഒരു കൊച്ചുകുട്ടി മാത്രമായിരുന്നു. സ്ത്രീകൾ ദാവീദിനെ പുകഴ്ത്താൻ തുടങ്ങുന്നതുവരെ അദ്ദേഹത്തിന് ഒരു വിയോജിപ്പും ഉണ്ടായിരുന്നില്ല. ശൗൽ ആയിരക്കണക്കിന് ആളുകളെ കൊന്നുവെന്നും ദാവീദ് 10,000-ങ്ങളെ കൊന്നുവെന്നും അവർ പറഞ്ഞു. അതേസമയം ദാവീദ് ഒരാളെ മാത്രം കൊന്നു. എന്നാൽ ശൗൽ ആളുകളുടെ സ്തുതി എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച രാജാവാണ് താനെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇപ്പോൾ അസൂയ ഉടലെടുത്തു. ദാവീദിനെ തന്നേക്കാൾ കൂടുതൽ പ്രശംസിച്ചത് എന്തുകൊണ്ടാണെന്ന് അയാൾ ചിന്തിക്കാൻ തുടങ്ങി. അഹങ്കാരത്തിൽ നിന്ന് അത് വെറുപ്പായി, വെറുപ്പിൽ നിന്ന് അത് കോപമായി, കോപത്തിൽ നിന്ന് അത് കൊലപാതക ശ്രമമായി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു തരത്തിലുള്ള പാപം മറ്റൊന്നിലേക്ക് നയിക്കുന്നു. കാരണം ശത്രു ഒരു നീണ്ട കളി കളിക്കുന്നു. അവനിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അവൻ നിങ്ങളെ താഴ്ത്താൻ ശ്രമിക്കുകയാണ്. അതിനാൽ നിങ്ങൾ അവനെ അനുവദിക്കരുത്. നിങ്ങൾ വിവേകിയാകാൻ പഠിക്കണം. നിങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ശത്രുവിന് ഇടം നൽകരുത്. അഹങ്കാരം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്. Allow God to announce you. നിങ്ങളെ രൂപപ്പെടുത്താൻ അവനെ അനുവദിക്കുക. അവൻ മാസ്റ്റർ ബിൽഡറാണ്. ഏറ്റവും നല്ലത് എന്താണെന്ന് അവനറിയാം. മിക്കപ്പോഴും നമ്മിൽ ചിലർ ചിന്തിക്കുന്നു, എൻ്റെ അനുഗ്രഹം ഒരിക്കലും വരാത്തതെങ്ങനെ, എൻ്റെ പദ്ധതികൾ എങ്ങനെ പരാജയപ്പെടുന്നു, എനിക്കൊരു മികച്ച ആശയമുണ്ടായിരുന്നു, പക്ഷേ അത് വെറുതെയായി. ഇപ്പോൾ മറ്റൊരാളത് ചെയ്യുന്നു, അതൊരു മികച്ച വിജയമായി തോന്നുന്നു. അപ്പോൾ എനിക്കെന്ത് സംഭവിച്ചു?
നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് ജീവിതത്തിലെ വലിയ പരാജയങ്ങൾക്ക് കാരണമാകുന്നത് എന്നത് ചിലപ്പോൾ അതിശയകരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് തുടർന്ന് സംസാരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വായ അടച്ചിരിക്കുക. ദയവായി ഈ പേജ് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ എല്ലാവരുമായി പങ്കിടുക. ആർക്കാണ് ഇത് ആവശ്യമെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒരു സ്ത്രീയുടെ ഗർഭാവസ്ഥയുടെ ആദ്യത്തെ 3 മാസമെങ്കിലും ദൈവം മറച്ചുവെച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വിഷയവുമായി ഇതിനൊരു ബന്ധവുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ കുഞ്ഞ് രൂപപ്പെടുന്നതിൻ്റെ ഏറ്റവും സെൻസിറ്റീവ് സമയം ആ കാലയളവിലുള്ളതായതുകൊണ്ടാകാം. ഈ സമയത്ത് ഒരു സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനെ എളുപ്പത്തിൽ നഷ്ടപ്പെടാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ വലിയ കാര്യത്തെക്കുറിച്ചും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ വലിയ കാര്യത്തെക്കുറിച്ചും ചിലപ്പോൾ നിങ്ങൾ ആവേശഭരിതരാണെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ ഈ വാർത്ത ആരോട് പറയുന്നു? അവർ അത്ര ആവേശഭരിതരല്ലെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ വ്യക്തിക്കും അത് ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും അത് ലഭിച്ചില്ലെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾക്ക് അത് ലഭിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും നിങ്ങളുടെ പുരോഗതിയിൽ ശ്രദ്ധാലുക്കളാണെന്നും നിങ്ങൾ വിജയിക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും കരുതുന്നത് നിഷ്കളങ്കതയാണ്. പക്ഷെ ജീവിതം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. യിരെമ്യാവ് 17:9 ബൈബിൾ പറയുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും വഞ്ചനാത്മകവും അത്യന്തം ദുഷ്ടവുമാണ്. ആർക്കാണ് അതറിയാൻ കഴിയുക? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആർക്കറിയാം? തീർച്ചയായും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് മനസ്സുകൾ വായിക്കാനുള്ള കഴിവൊന്നുമില്ല. മറ്റൊരാൾക്ക് നിങ്ങളോടുള്ള ഉദ്ദേശം ഒരിക്കലും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അറിയാൻ കഴിയില്ല. ആ കഴിവ് പൂർണ്ണമായും ദൈവത്തിൻ്റെതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് ലളിതമാണ്. ജ്ഞാനം നേടുക. ഈ ഭൂമിയിൽ വിജയകരമായി ജീവിക്കാനും ദൈവത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ആസ്വദിക്കാനും നമുക്ക് ജ്ഞാനം എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ആവശ്യമാണ്. തിരുവെഴുത്ത് പോലും സദൃശവാക്യങ്ങൾ 4:7 പറയുന്നു, ജ്ഞാനം നേടുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ജ്ഞാനമുള്ള കാര്യം. നിങ്ങൾ മറ്റെന്ത് ചെയ്താലും നല്ല ന്യായബോധം വളർത്തിയെടുക്കുക. എന്ത് പറയണമെന്നും എപ്പോൾ പറയണമെന്നും അറിയുക എന്നതാണ് ജ്ഞാനം. ആരോട് പറയണമെന്നും എങ്ങനെ പറയണമെന്നും അറിയുക എന്നതാണ് ജ്ഞാനം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നാം എത്രത്തോളം ജ്ഞാനം തേടുന്നുവോ അത്രയും നല്ലത്. യോഹന്നാൻ സ്നാപകന്റെ മാതാപിതാക്കളായ എലിസബത്തിൽ നിന്നും സക്കറിയാസിൽ നിന്നും ഒരു ചെറിയ സംഭവം മനസ്സിലാക്കാം. അവർ ദൈവത്തോടും വളരെ വിശ്വസ്തരായിരുന്നു. അവനെ നന്നായി സേവിച്ചു. പക്ഷെ അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഇത് അവരെ പിന്നോട്ട് മാറ്റിയില്ല. അവർ ശരിക്കും പ്രായമാകുന്നതുവരെ ദൈവത്തെ സേവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ സക്കറിയാവിൻ്റെ അടുക്കൽ വന്ന് അവനൊരു മകൻ ജനിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞു. സക്കറിയാവ് വിശ്വസിച്ചില്ല. അതിനാൽ ദൂതൻ അവനെ ഊമനാക്കി. ഇത് വളരെ പ്രധാനമാണ്. ദൂതൻ അവൻ സംസാരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. കാരണം അവൻ പോയി തൻ്റെ ഭയം മറ്റ് നിഷേധികളോട് അറിയിക്കുകയും അവർ ഒരുമിച്ച് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നശിപ്പിക്കുകയും ചെയ്യും. പ്രവചനമനുസരിച്ച് എലിസബത്ത് ഗർഭം ധരിച്ചപ്പോൾ അവൾ സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. പക്ഷേ അവൾ ഏതാണ്ട് അത്രയും പ്രധാനപ്പെട്ട ഒന്ന് ചെയ്തു. അവൾ ഒളിക്കാൻ പോയി. ഷീ വെന്റ് ടു ഹൈഡ്. എന്തുകൊണ്ട്? എല്ലാ മഹത്തായ കാര്യങ്ങളും അതിൻ്റെ പ്രകടനത്തിന് മുമ്പ് മറഞ്ഞിരിക്കുന്നു. അവൾ 5 മാസം ഒളിച്ചിരുന്നില്ലെങ്കിൽ അവൾ നിരുത്സാഹപ്പെടുമായിരുന്നു. ഒരുപക്ഷെ അവർ അവളോട്, ഈ കുഞ്ഞിനെ ചുമക്കാൻ നിനക്ക് പ്രായം കൂടുതലാണ് എന്ന് പറയുമായിരുന്നു. അങ്ങനെയാണ് അവൾക്ക് സന്തോഷം നഷ്ടപ്പെടുന്നത്. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ദൈവം എങ്ങനെ അനുഗ്രഹിക്കുന്നുവെന്ന് അറിയേണ്ടത് പ്രധാനമാണ്. നമുക്കിതറിയില്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കും. അവ നമുക്ക് നഷ്ടപ്പെടും. ദൈവത്തിൻ്റെ സഹായമില്ലാതെ ആരാണ് നമ്മെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നതെന്നും ആരാണ് സ്നേഹിക്കാത്തതെന്നും നമുക്കറിയാൻ കഴിയില്ല. ആർക്കാണ് നിങ്ങളെക്കുറിച്ച് മോശം ഉദ്ദേശങ്ങളുള്ളതെന്ന് നിങ്ങൾക്കറിയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നത് ഇതാ ഞാൻ പറയുന്നു. അവൻ നിങ്ങൾക്ക് ഒരു വിത്ത് നൽകുന്നു. ആളുകൾ ചിന്തിക്കുന്ന രീതിയിൽ ദൈവം സാധാരണയായി അനുഗ്രഹിക്കുന്നില്ല. അവൻ മിക്കവാറും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമിടുകയോ നിങ്ങളുടെ വഴിക്കൊരു ജോലി കൊണ്ടുവരികയോ ചെയ്യില്ല. അതേ, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നിങ്ങൾ ദൈവവുമായി സഹകരിച്ചിരിക്കണം. മർക്കോസ് 10:46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ ഈ സഹകരണത്തിന്റെ ഒരു ഉദാഹരണം നാം കാണുന്നു. യേശുവും ശിഷ്യന്മാരും യെരിഹോവിലേക്ക് പോയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവരെ പിന്തുടർന്നു. തീമായുടെ മകനായ ബർത്തിമായി എന്ന അന്ധനായ ഒരു യാചകൻ വഴിയരികിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. നസറേത്തിൽ നിന്നുള്ള യേശുവാണെന്ന് കേട്ടപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ കാണിക്കണമേ. പലരും ആ മനുഷ്യനോട് നിർത്താൻ പറഞ്ഞു. പക്ഷെ അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. യേശു നിർത്തി. അവനെ വിളിക്കൂ എന്ന് പറഞ്ഞു. അവർ അന്ധനെ വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, വരൂ, അവൻ നിന്നെ വിളിക്കുന്നു. ആ മനുഷ്യൻ തന്റെ മേലങ്കി വലിച്ചെറിഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുത്തേക്ക് ഓടി. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ മറുപടി പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച ലഭിക്കണം. യേശു അവനോട് പറഞ്ഞു, നിനക്ക് പോകാം,
നിന്റെ വിശ്വാസം നിമിത്തം നിന്റെ കണ്ണുകൾ സുഖപ്പെട്ടിരിക്കുന്നു. ഉടനെ ആ മനുഷ്യന് കാണാൻ കഴിഞ്ഞു. അവൻ യേശുവിനെ അനുഗമിച്ചു. ഭർത്തിയുമായി ശ്രദ്ധിച്ചു. യേശു അവിടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞത് അങ്ങനെയാണ്. തന്റെ അത്ഭുതം ലഭിക്കാൻ അയാൾക്ക് നിലവിളിക്കേണ്ടി വന്നു. മറ്റുള്ളവർ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും അയാൾക്ക് നിലവിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ ആളുകളോട് നിങ്ങളുടെ അനുഗ്രഹം പറയണമെങ്കിൽ ആദ്യം അത് പക്വത പ്രാപിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ആരോടാണ് നമ്മുടെ സാക്ഷ്യങ്ങൾ പറയുന്നത് എന്നതിനെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം. വിത്ത് ഒരു ആശയമാകാം, ഒരു ബിസിനസ് പ്ലാൻ ആകാം, ജോലി അവസരത്തിനായി അപേക്ഷിക്കാം. അത് വളരുകയും വലിയ നേട്ടങ്ങൾ നൽകുകയും ചെയ്യുന്ന എന്തുമാകാം. ഇവിടെയാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ ബിസിനസ് പ്ലാൻ പറയുമ്പോൾ അവർ ചിരിക്കും. അതൊരിക്കലും നടക്കില്ലെന്ന് പറയും. അവർക്കെങ്ങനെ അറിയാം? അവർ അത് ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നിരുന്നാലും അതേ ആളുകൾ നിങ്ങളുടെ ആശയം മോഷ്ടിക്കുകയോ സ്വന്തമായി ജോലിക്ക് പോകുകയോ ചെയ്യും. അവർ നിങ്ങളുടെ വിത്ത് മോഷ്ടിച്ചു. അവർ നിങ്ങളുടെ അനുഗ്രഹം സ്വീകരിച്ചു. അതിനാൽ നിങ്ങളുടെ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ ആരെയാണ് അനുവദിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ നിങ്ങൾക്കൊരിക്കലും അറിയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വായ അടച്ചിരിക്കാൻ പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ കോണ്ടന്റ്സിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. കേട്ടതിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.